സോ ജസ്റ്റ് ഒരു സെർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷോ ഇത് കോഡ് ബേസ് റൈറ്റ് നൗ. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ ഉള്ള മെത്തേഡ്സ് ഒക്കെ. ആദ്യം മുതൽ പറയാം. അതൊരു സെർവർ ഉണ്ടാക്കി. സോ സെർവറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ENV ഫയൽ ഉണ്ടാക്കി. ENV ഫയൽ എന്ത് സ്റ്റോർ ചെയ്യാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളത് അതിൽ ജസ്റ്റ് പോർട്ട് മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ENV ഫയൽ യൂസ് ചെയ്തത്. ഇപ്പോൾ HTTP വെച്ചിട്ട് നമ്മൾ സെർവർ ഉണ്ടാക്കി. ഇപ്പോൾ കോൺസ്റ്റ് സെർവർ ഈക്വൽ ടു http.create അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അതിൽ റിക്വസ്റ്റും ഉണ്ട്, റെസ്പോൺസും ഉണ്ട്. എന്നിട്ട് പോർട്ട് റൺ ചെയ്തത് ഇപ്പം 3000-ലായിരിക്കും. ഓക്കെ, നമ്മൾ 4 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ്, പോസ്റ്റ്, ക്രെഡ് ഓപ്പറേഷനാണ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ഉണ്ട്, റീഡ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. സോ ഇവിടെ ആദ്യം തന്നെ ഗെറ്റ് മെത്തേഡ് ലൈക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. ആദ്യം സ്വിച്ച് കേസ് വെച്ചു റിക്വസ്റ്റ് ഏത് മെത്തേഡാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്വിച്ച് കേസിൽ നമ്മൾ റിക്വസ്റ്റിൻ്റെ മെത്തേഡ് നമ്മൾ എന്താക്കി പാസ് ചെയ്തു. ഓക്കെ, അപ്പം കേസ് 1, അതായത് ഒന്നാമത്തെ കേസ് പറയുന്നത് അത് ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് ഈ റിക്വസ്റ്റും റെസ്പോൺസും പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ പുൾ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഫയലിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ കോഡ് ഫുൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഗെറ്റ് റിക്വസ്റ്റിൻ്റെ സംഭവം. സോ ആദ്യം തന്നെ ഈ ഐഡീൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റുന്നതായിരിക്കും. കമൻറ്റ് ചെയ്ത് നോക്കാം. ഈ സാധനം കമൻറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് ഈ കോഡ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. സംഭവം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവിടെ മോഡ്യൂൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, റിക്വസ്റ്റും റെസ്പോൺസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ റിക്വസ്റ്റിൻ്റെ URL /API/movies എന്നാണെങ്കിൽ എന്താക്കണം, ഈ മൂവീസ് എന്ന് പറഞ്ഞ സംഭവം JSON ആക്കി മാറ്റിയിട്ട് JSON സ്ട്രിങ്ങിഫൈ ചെയ്തിട്ട് കൺസോൾ ചെയ്യും. ആ റെസ്പോൺസായിട്ട് കൊടുക്കും. അപ്പം ഈ request.movies എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളാദ്യം മൂവീസ് എന്ന് പറഞ്ഞൊരു മൂവീസിൻ്റെ ഡാറ്റ ഉള്ളത് movies.json എന്ന് പറഞ്ഞ ഫയലുണ്ട്. സോ ഇതൊരു അറേ ആയിട്ട് ഇവിടെ ID ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ഇയർ ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് JSON ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു അറേൻ്റെ ഉള്ളിൽ JSON ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ആ സാധനം നമ്മളിവിടെ മൂവീസ് എന്ന് പറഞ്ഞ ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്തു, ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ സാധനം എന്താക്കി request.movies ഉള്ളിൽ നമ്മൾ എന്തിട്ട് മൂവീസിനിട്ട്. ഏത് മൂവീസിനാണ്? ഈ മൂവീസിനിട്ട്. ഓക്കെ, ഈ സംഭവം തന്നെയാണ് ഇവിടത്തേക്കും വരുന്നത്. ഓക്കെ, എന്നിട്ട് request.movies നമ്മൾ എന്താക്കി ഈ റിക്വസ്റ്റിലൂടെ ഇപ്പം എന്താ വരുന്നത്? request.movies വന്നു. ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അതിലിപ്പോൾ request./movies മാത്രം ഇരുന്നാൽ നമ്മളെന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഈ ഡാറ്റയിലെ എല്ലാ മൂവീസും നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടണം. ഇപ്പം ഗെറ്റ് റിക്വസ്റ്റിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എല്ലാ ഡാറ്റയും കിട്ടിയിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെസിഫിക് ID വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ മൂവിനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള എഴുതിയതാണ് ഈ ഫങ്ഷൻസ്. ഓക്കെ, ആദ്യം എന്താക്കി നമ്മൾ IDനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇത് ജസ്റ്റ് ID എന്താ വരുന്നത് ഉള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. സ്പ്ലിറ്റ് ചെയ്യാതെ എന്താണ് URL വരുന്നതെന്ന് കാണിച്ചു തരാം. അത് ജസ്റ്റ് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതാ /API/movies അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 2 3 അങ്ങനെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇത് എറർ വരേണ്ടതാണ്, അത് വേറെ കാര്യം. നമ്മൾ കൺസോൾ മാത്രം നോക്കാം. യെസ്, ഇവിടെ മെസ്സേജ് നോട്ട് ഫൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ /12/123 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? ഇവിടുന്ന് ഈ സംഭവം മാത്രമേ ഉണ്ടു. മൂവീസിന് /ഇല്ല, ഈ സാധനം മാത്രമേ ഉണ്ടു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കിയത്? സ്പ്ലിറ്റ് ചെയ്തു. /വെച്ചിട്ട് / നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്താക്കി അതിൻ്റെ മൂന്നാമത്തെ സാധനത്തിന് എടുത്തു. ഫസ്റ്റ് API വരുന്നു, സെക്കൻഡ് മൂവീസ് വരുന്നു, തേർഡ് 12 അല്ലെങ്കിൽ അതിൻ്റെ ID വരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ID കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ID വെച്ചിട്ട് കമ്പയർ ചെയ്യണം.
അപ്പം റിക്വസ്റ്റ് URL API/movies/$sign നമ്മൾ ID എടുത്തു ഡോളർ വെച്ചിട്ട് എന്നിട്ട് ഫിൽട്ടർ മൂവി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ പോലെ ഉണ്ടാക്കി. ഇതിൽ നമ്മൾ എന്ന് പറയുന്നത് ഓരോ മൂവീസ് എടുത്തു. ഓക്കെ, ഓരോ മൂവീസ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം ആയിട്ട് അതിൻ്റെ ഐഡിയും നമ്മൾ കൊടുക്കുന്ന ആയിട്ട് മാച്ചിങ് ആണോ നോക്കി. മാച്ചിങ് ആണെങ്കിൽ ഇതെന്താക്കും, റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ മൂവീസിൻ്റെ ഡാറ്റ മാറ്റിയിട്ട് 2 സെയിം ഉള്ള സംഭവങ്ങൾ ഇട്ടിട്ട് 2 എണ്ണം വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ID മാച്ചിങ് മാത്രമാണ്. സോറി, ID 2ന് 1 കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ID നോക്കി ചെക്ക് ചെയ്തിട്ട് എന്താക്കി, ID സെയിം ആയിട്ടുള്ളത് ആണോ നോക്കി. എന്നിട്ട് ആ ID വെച്ചിട്ടാണ് നമുക്ക് എന്താ കിട്ടിയത്, ഡാറ്റ കിട്ടിയത്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഗെറ്റ് മെത്തേഡ് ഇപ്പോൾ കവർ ചെയ്തു. നെക്സ്റ്റ് വീൽ ചെക്കൗട്ട് ലൈക്ക് പോസ്റ്റ് നോക്കണം, ഗെറ്റ് മെത്തേഡും ഡിലീറ്റ് മെത്തേഡ് നോക്കണം, പുട്ട് മെത്തേഡും കൂടി നോക്കണം. താങ്ക് യു. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ ചാനൽ. സി യാ.